ചേട്ടാ എന്തൊക്കെയുള്ള ചേട്ടാ? മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ട എല്ലാ ഐറ്റവും ഉണ്ട്. ഇത് നമ്മുടെ വാഴപ്പിണ്ടി ഉപ്പിലിട്ട സാധനമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് എന്റെ പൊന്നോ. ഇപ്പൊ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. എന്നെ സാധനമാണ് ഇത്. എന്റെ പൊന്നോ, ഇപ്പൊ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു സംഭവമാണ്. ആ സ്ഥലത്താണ് നിൽക്കുന്നത്. വട്ടക്കായൽ റാമ്പ്. നേരത്തെ ഇതൊരു ഹൗസ് ബോട്ട് ടെർമിനലായിരുന്നു. ഇപ്പൊ ഇത് അറിയപ്പെടുന്നത് വട്ടക്കായൽ റാമ്പ് എന്നാണ് കേട്ടോ. എന്റെ പൊന്നെ, ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയില്ല. ഭയങ്കര ആംബിയൻസ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. പക്ഷെ നമുക്കിങ്ങനെ കായലിന്റെ നടുക്കൂടെ ഇങ്ങനെ നടന്ന് ഒരു കായലിന്റെ നടുഭാഗം വരെ പോവാം. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അന്യ ഒരു വൈബുള്ള സ്ഥലമാണ്. ഞങ്ങൾ എന്തായാലും ഈ സ്ഥലം ഫുള്ളായിട്ട് നിങ്ങളിന്ന് കാണിക്കാം. ഇതാണ് അന്യായ വൈബ് എന്ന് പറഞ്ഞാൽ അന്യായ വൈബ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഹൗസ് ബോട്ടൊക്കെ വന്നിട്ട് ഹൗസ് ബോട്ടിലോട്ട് ആളെ കയറ്റാനായിട്ട് പണവാണ്. പക്ഷെ ഇപ്പോഴും ഹൗസ് ബോട്ടൊന്നും ഇവിടെ വന്നിട്ട് ആൾ അങ്ങനെ അധികം കയറുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഒരുപാട് ആൾക്കാർ ഇതിലൂടെ നടന്നു പോയി വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും റീൽ എടുക്കുവാനും ഒക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെ അറിയാം. നമുക്കിപ്പം ഈ ഒരു സമയം ആയതുകൊണ്ടാണ് 2-3 പേരുള്ളത്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാണ് ഒരു 6 മണി 6:30 വരെ വെയിറ്റ് ചെയ്തത്. കാര്യം ഇതാ ആ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു 6 മണി കഴിഞ്ഞ് ഇവിടെ വരണം. കാര്യം എന്നാലേ ഈ ലൈറ്റ് ഇതൊക്കെ ഓണായിട്ട് കറക്റ്റ് ഒരു ആംബിയൻസ് കിട്ടും കേട്ടോ. 30 രൂപയാണ് ടിക്കറ്റ്. പക്ഷേ ഇവിടെ വന്ന പൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് അഴീക്കൽ ബീച്ച് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ബീച്ച് പോലല്ല ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ആലപ്പുഴയിൽ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം ഇവിടെ വരണം. എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരാനായിട്ട് എന്നെ സഹായിച്ച മറ്റേ പ്രദീപേട്ടനാണ്. ഇപ്പം പ്രദീപേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, PK Buddy 84 എന്നും പറഞ്ഞ്. അദ്ദേഹമാണ് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം ഫ്രണ്ടിൽ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം ഇവിടെ എന്തായാലും ഉറപ്പായിട്ടും വരും. കാര്യം എന്താ അറിയാം, നമ്മളിത് ആ അറ്റത്തു നിന്നാണ് വന്നത്. ആ അറ്റത്തു നിന്ന് ഇത്ര ലോങ് ഈ ഹൗസ് ബോട്ട് വന്ന് കയറാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്ത സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഹൗസ് ബോട്ടൊന്നും ഇവിടെ വന്ന് ആളെ എടുക്കുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അഴീക്കൽ ബീച്ചിലും അവിടെയൊക്കെ നമ്മൾ ഈ സ്ഥലം കാണാൻ പോകത്തില്ലേ, കടലിൻ്റെ നടുക്കൂടെ നടക്കാൻ പറ്റുന്ന നടപ്പാതയൊക്കെ ഉണ്ടല്ലോ, അതുപോലൊരു ടൂറിസം ഇവിടെയുമായി. അതുകൊണ്ടാണ് നമ്മൾ 30 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ സ്പീഡ് ബോട്ട് നമ്മൾ അടുത്ത് വരും. അടുത്ത് വന്നിട്ട് അവർ റേറ്റ് പറയും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ സ്പീഡ് ബോട്ടേക്ക് കയറി പോകാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത ബോട്ടും കിട്ടും. കാര്യം ശിക്കാരയൊക്കെ നമ്മളിവിടെ ആളുണ്ടെങ്കിൽ ശിക്കാരയൊക്കെ നമ്മൾ അടുത്ത് വരും കേട്ടോ. അടുത്ത് വന്നിട്ട് നമ്മുടെ റേറ്റ് പറഞ്ഞിട്ട് റേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവരോട് കയറി ഈ ഒരു വട്ടക്കായൽ മൊത്തം ഒരു വട്ടക്കായലാണ് കേട്ടോ. ഏത് ഇതിൻ്റെ തൊട്ട് അപ്പുറത്താണ് നമ്മുടെ പുന്നമടയിൽ ഇപ്പോൾ 22-ാം തീയതി വള്ളംകളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ആ പുന്നമട കഴിഞ്ഞ് അടുത്തൊരു വട്ടക്കായലാണിത്. ഈ വട്ടക്കായലിലാണ് ഈ ഒരു ഇത്രയും നടുക്കോട്ട് വരാനായിട്ടൊരു പാലം പോലെ പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് വരാൻ താല്പര്യമുള്ളവർ വന്ന് നോക്കുക. നമ്മളിപ്പം ലാസ്റ്റ് എൻഡിലേക്ക് പോവുകയാണ്. ഈ ഒരു ടെർമിനലിൻ്റെ ലാസ്റ്റ് എൻഡാണ് കേട്ടോ. ഈ ഒരു ലാസ്റ്റ് എൻഡിൽ ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു ബോട്ട് കാണാം. ബോട്ടിനകത്ത് കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ എന്തൊക്കെയുള്ള ചേട്ടാ? മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ട എല്ലാ ഐറ്റവും ഉണ്ട്. ഏറ്റവും നല്ല സാധനം വാഴപ്പിണ്ടി ഉപ്പിലിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ഒരു പീസ് തരാം. ഇവിടെ അങ്ങനെ ആള് വരുന്നുണ്ടോ? ഇത് നമ്മുടെ വാഴപ്പിണ്ടി ഉപ്പിലിട്ട സാധനമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്
ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുമില്ല അല്ലേ ചേട്ടാ? വേറെ വീഡിയോ കണ്ടിട്ടുണ്ടോ വാഴപ്പിണ്ടി ഉപ്പിലിട്ട്? ചേട്ടാ ഒരു മിനിറ്റ്, ഈ വാഴപ്പിണ്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനുണ്ട്? ആദ്യമായിട്ട് കഴിക്കൂ. വാഴപ്പിണ്ടിയും ഉണ്ട്, ഇങ്ങനെയും പ്രയോജനങ്ങളുണ്ട്. വാഴപ്പിണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. പ്രതിവട്ടം വേണ്ട 50 രൂപ കൊടുത്ത് വാഴപ്പിണ്ടി ഒരു കുപ്പി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മയുടെ ടെസ്റ്റ് ഒന്നും പറയാനില്ല. ഈ ഒരു ബോട്ടയിൽ ഇരിക്കുന്ന മൊത്തം ഉപ്പിലിട്ട സാധനങ്ങളാണ്. അമ്പഴങ്ങ ഉണ്ട്, കാരക്ക ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചാമ്പങ്ങ ഉണ്ട്. ഇതെല്ലാം ഉപ്പിട്ടാ. നെല്ലിപ്പുളി, വൈരപ്പുളി എല്ലാ ഐറ്റം ഉണ്ട്. ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും പണിയും. ഇപ്പൊ കഴിച്ചു, അത് കൊള്ളായിരുന്നു കേട്ടോ. വാഴപ്പിണ്ടി ആദ്യമായിട്ട് കഴിക്കോ? മുളയരി സർബത്ത്. മുളയുടെ അരിയിട്ടാണ് നമ്മള് സർബത്ത് കാച്ചുന്നത്. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഒരു ആളിവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഉപ്പിലിട്ട കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മളിവിടെ തന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ മുളയരി സർബത്ത് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ അതൊന്നും അതിലേക്കൊന്നും പോയില്ല. നമ്മൾ എന്തായാലും പ്രതിവേട്ടൻ എന്താണ്ട് ഒരു വാഴപ്പിണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പ്രതിവേട്ടാ അതുപോലെ ഇഷ്ടപ്പെട്ടു. അവസാനം രഹസ്യമായിട്ട് ഒരു പരസ്യം പറഞ്ഞോട്ടെ, ഇത് വാഴപ്പിണ്ടിയാന്ന് തോന്നിയോ കഴിച്ചിട്ട്? എന്നെ സാധനമാണ് ഇത്. രണ്ടെണ്ണം അടിക്കുന്നവർക്ക് ടച്ചിങ്ങിനും എടുക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ടച്ചിങ്ങിന് അടിപൊളി സാധനമാണ്. ഇല്ല ചേട്ടാ, നമുക്കറിയത്തില്ല. എനിക്കറിയാം, നേരത്തെയൊക്കെ അടിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ അടിക്കാറുണ്ട്, എനിക്കറിയാം. എന്തായാലും ഇങ്ങനൊരാളെ കണ്ടത് ഭയങ്കരമായിട്ട് എന്തും വേണ്ട സാധനം ഇരിക്കുന്നത് അതിനകത്ത്. ഈ ടെർമിനലിന്റെ അവസാനം ടെർമിനൽ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ടെർമിനലല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെർമിനലായിട്ടല്ല ഇപ്പോൾ. കാര്യം പണ്ടെന്ന് പറഞ്ഞാൽ ഇത് പണി കഴിപ്പിച്ച സമയത്ത് ഒരു ഹൗസ് ബോട്ടൊക്കെ വന്ന് ആൾ കയറുന്നു, ഇറങ്ങുന്നു, പോകുന്നു, ആ ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതറിയപ്പെടുന്നത് എന്തായിട്ടാണ്? വട്ടക്കായൽ റാമ്പെന്നാണ്. അതായത് ഇപ്പം നമ്മുടെ കടൽപ്പാലമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് സ്ഥലത്ത് കടലിൻ്റെ നടുക്കൂടെ കല്ല് കെട്ടിയിട്ട് കടലിൻ്റെ ഏകദേശമൊക്കെ ഒരു പകുതി വരെ പോയി നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഒരു കായലിൻ്റെ ഒരു നടുഭാഗമാണ് ഒരു വട്ടക്കായലിൻ്റെ നടുഭാഗത്ത് നമുക്ക് വന്ന് ഇതൊന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ടെർമിനൽ എന്നുള്ളത് മാറി ഇപ്പം വട്ടക്കായ റാമ്പായി. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ വരും. നമ്മളിപ്പോൾ വരുന്ന വഴി തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഒന്നും ആലപ്പുഴക്കാരല്ല ഇവിടെ വരുന്നത്. ഈ ഒരു സംഭവം കാണാൻ വേണ്ടി തന്നെ ദൂരെ നിന്ന് ആൾക്കാർ വരുമോ? അതാണ് തൊട്ടടുത്ത് തിരുവല്ലയിൽ കിടക്കുന്നത്. ഞങ്ങൾ ഇതറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവമുള്ള. കാര്യം ടെർമിനൽ അത് ഓൾറെഡി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു. പക്ഷെ ഇത്രയും അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണെന്നുള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം ഇങ്ങനെ വട്ടം കറക്കി പത്തനംതിട്ട, ആലപ്പുഴ ജില്ല ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ എന്തായാലും ഇത് ഉറപ്പായിട്ടും കാണണം. ആലപ്പുഴ ഇങ്ങനെ ഒരു നല്ല സ്ഥലം എനിക്കൊന്ന് വേറെ ഇല്ലാന്നൊരിക്കലും ഞാൻ പറയത്തില്ല. അതെ, അല്ല വേറെ ഇല്ലാന്നൊരിക്കലും പറയത്തില്ല. ആലപ്പുഴയിലെ വേറെ ഇല്ലാന്ന് പറയത്തില്ല. പക്ഷെ ആലപ്പുഴ ജില്ലക്കാരായാലും പത്തനംതിട്ട ജില്ലക്കാരാണേലും ഈ ഒരു സ്ഥലം ഉറപ്പായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ്.
കാര്യം അതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 6 മണി 6:30 സമയത്ത് നിൽക്കാമെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതും ഇതെല്ലാം കാണാം. പിന്നെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ, ശിക്കാര വള്ളങ്ങൾ, അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ ബോട്ടുകൾ, പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ വേണ്ട ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചേട്ടൻ്റെ ഒരു ബോട്ട് ഇവിടെ തന്നെ കെട്ടിയിട്ടിരിക്കുക. കാര്യം ഇവിടെ വരുന്നവർക്ക് വലിയ റേറ്റും ഇല്ലല്ലേ, അതൊരിക്കലും നഷ്ടമെന്നൊന്നും പറയാൻ പറ്റാണ്ടേ. നമ്മുടെ കയ്യിൽ തന്നെ സാധനം ഇരിക്കുക. വാഴപ്പിണ്ടി അല്ലേ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് നമ്മളവിടെ അതെ, നമ്മൾ ചുമ്മാ കളയോ. നാളെ തൊട്ട് വാഴ വളർത്തണം. ഈ വീഡിയോയ്ക്ക് ശേഷം നാളെ മുതൽ ഞാൻ വാഴപ്പിണ്ടി എന്നിട്ട് ഉപ്പിലിട്ടത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയ്ക്ക് അടിയിൽ കൊടുക്കാം. വേണ്ടവർ വിളിക്കുക. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ അതൊന്നും തുടങ്ങത്തില്ല. നമ്മളിവിടെ വന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു വാഴപ്പിണ്ടി അല്ലേ ഉപ്പിലിട്ട് കാണുന്നത്. പക്ഷെ അത് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അന്യായം. വീട്ടിൽ ചെല്ലുമ്പോൾ സൂര്യ പറയൂ, വാഴപ്പിണ്ടിങ് കൊണ്ടാണോ വന്നത്? പക്ഷെ എന്തായാലും ടേസ്റ്റ് അന്യായം. വൈബ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ അറിയത്തില്ല. ഇല്ല, ഞാൻ വിടും ചേട്ടാ, അത് വിടും. നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാവും. ഇങ്ങോട്ട് വാ, ഇതിനകത്ത് എന്ത് പറഞ്ഞാലേ എങ്ങനെ സൂര്യ നിങ്ങളെ ഇടിക്കുമോ, നിങ്ങൾ സൂര്യ ഇടിക്കുമോ? എന്തായാലും കൊള്ളാം. അതന്നെ. വേഗം ഈ പോകുന്ന ഒരു ബോട്ടിൽ ഇത്തയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് വീഡിയോ ഇതിനകത്ത് ഞാൻ കാണിക്കാം. പക്ഷെ അതിൽ അടിപൊളി വീഡിയോ കേട്ടോ. എന്തായാലും ഈ ബോട്ടിൽ തന്നെ വേണം നമുക്ക് തിരിച്ചു പോകാൻ. പെട്ടെന്ന് പോട്ടെ, കാര്യം ഈ ചേട്ടൻ ഇനി പണി കഴിഞ്ഞു 6:30 കഴിഞ്ഞ് ഡ്യൂട്ടി ഇല്ലെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ ഒരു രക്ഷയില്ല. കാര്യം ഇടയ്ക്ക് ഈ വെള്ളം അവിടെ കയറി കിടക്കുവാണ്. എല്ലാം നടന്ന മുകളിലാണ്. വെള്ളം അവിടെ കയറി കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടയിൽ ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് CCTV ഉണ്ട്. അത് അല്ലേ, കേൾക്കേണ്ടവർക്ക് മനസ്സിലായി. CCTV ഉണ്ട്. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ആലപ്പുഴ ആയാലും ഉള്ള കാര്യം തുറന്നു പറയാം. ആലപ്പുഴ ആണെങ്കിലും പത്തനംതിട്ട ആണെങ്കിലും അല്ലേ, കോട്ടയം ജില്ലയാണേലും ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ 3 ജില്ലക്കാർ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും പറഞ്ഞു വരുവാണെങ്കിൽ ഒരു 5:30-ക്ക് ശേഷം ഈ ഒരു വന്ന് ആസ്വദിക്കണം. ചുമ്മാ പറഞ്ഞല്ലാടെ ഇപ്പോഴത്തെ ആ ഒരവസ്ഥ തന്നെ നോക്കി. സമയം എന്താ ചേട്ടാ? ഏകദേശം ഒരു 6:45. ഇപ്പം 6:45. 6:45 ഇവിടുത്തെ ഒരു വൈബ് നോക്കി. അവിടെ നിന്ന് സൂര്യൻ താന്നുപോയി അല്ലേ, ആ ഒരു ഓറഞ്ച് കളർ ആകാശം, അതിനകത്ത് ടെർമിനലിൻ്റെ ആ ഒരു സംഭവം, അതുകൂടാതെ നടപ്പാത. ഇങ്ങോട്ട് നോക്കുമ്പം ശിക്കാരവള്ളം കിടക്കുന്നു, സ്പീഡ് ബോട്ട് കിടക്കുന്നു. ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വരുമോ? നോക്കി അറിയാവുന്ന ആൾക്കാർ ഈ സമയത്താണ് വരുന്നത്. ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കപ്പിൾസ് വന്നാലും ഒന്ന് മിണ്ടിയും പറഞ്ഞ് സൊള്ളിയാക്കി ഇരിക്കാം അല്ലേ അല്ലേ, അങ്ങനെ വരുന്ന മിണ്ടിയും പറഞ്ഞ് സൊള്ളി അങ്ങനെ മാത്രം ഇരിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ടെർമിനൽ എന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്, വട്ടക്കായൽ റാമ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെന്തിനാണ് വന്നേ, ഒരു വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം എടുക്കാൻ വന്നു. അത് ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ പുന്നമ്മട കായലിൽ പോയിട്ട് ഒരു വള്ളത്തിൻ്റെ ട്രാക്ക് കൺട്രി ട്രയൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ
സ്ഥലം കാണാൻ ആ ഈ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി കയറുകയാണ്. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ